നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ബാലകാന്ഡം, സീതാ സ്വയംവരം എന്ന ഭാഗം കുറച്ച് പാരായണം നമുക്ക് കേൾക്കാം. തുടർന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കാണ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. കല്യാണം ഇതുമൂലം വന്നു കൂടിയിടും അല്ലോ. അഹല്യയ്ക്ക് മോക്ഷം നൽകിയ ശ്രീരാമചന്ദ്രനോടൊപ്പം വിശ്വാമിത്രൻ പിന്നീട് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ജനകന്റെ സഭയിലേക്കാണ്. ആ ജനകന്റെ സഭയിൽ ഒരു ചാപോത്സവം നടത്തപ്പെടുകയാണ്. ജനകന് പൈതൃകദത്തമായി ലഭ്യമായ ചന്ദ്രശേഖരനായ മഹാദേവന്റെ പള്ളിവില്ലിനെ പൂജിക്കുന്ന പതിവുണ്ട്. ത്രിപുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിച്ചതാണ് ത്രയ്യംബകം എന്നു പേരുള്ള വില്ല് എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യുന്മാലി, താമ്രാക്ഷൻ, താരകാക്ഷൻ എന്നിങ്ങനെയുള്ള 3 പേരാണ് ത്രിപുരന്മാർ. ഇവർ വരം വാങ്ങിയത് ഇവർക്ക് 3 ലോകത്തിലും ഓരോ കൊട്ടാരങ്ങൾ വേണം. ഒന്ന് സ്വർണം കൊണ്ടും, മറ്റൊന്ന് വെള്ളി കൊണ്ടും, മറ്റൊന്ന് ഇരുമ്പ് കൊണ്ടും. ഈ 3 ലോകത്തിലുള്ള ഗോപുരങ്ങളോടുകൂടിയ കൊട്ടാരങ്ങൾ ഒരേ സമയം